കോതമംഗലം ഉരുളൻതണ്ണിയിൽ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. കോടിയാട്ട് വർഗീസിന്റെ മകൻ എൽദോസ് ആണ് മരണപ്പെട്ടത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടയിലായിരുന്നു കാട്ടാനാക്രമണം. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതിനാൽ വേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഉരുളൻതണ്ണി ഫോറസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് ക്നാച്ചേരിക്ക് പോകുന്ന വഴിയിലാണ് മൃതദേഹം കണ്ടത്. എറണാകുളത്ത് സെക്യൂരിറ്റി ജോലിക്കാരനായ എൽദോസ് രാത്രി 8:30 KSRTC ബസ്സിലെത്തി വീട്ടിലേക്ക് പോകും വഴിയാണ് ആനയുടെ ആക്രമണമുണ്ടായത്. സംഭവ സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെയാണ് എൽദോസിന്റെ വീട്. പാതയിൽ വഴിവിളക്കുണ്ടായിരുന്നില്ല. ഇതുവഴി പോയ ഓട്ടോറിക്ഷക്കാരനാണ് മൃതദേഹം കണ്ട് നാട്ടുകാരെ അറിയിച്ചത്. സ്ഥലത്തെത്തിയ വനപാലകർ മൃതദേഹം മാറ്റാൻ ശ്രമിച്ചെങ്കിലും നാട്ടുകാർ ഒത്തുചേർന്ന് തടഞ്ഞു. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വേലി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യമാണ്. എന്നാൽ ഇതുവരെയും അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുട്ടമ്പുഴ പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്നുള്ള ഈ പ്രദേശത്ത് 60ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. വർഗീസ്, റൂത്ത് ദമ്പതികളുടെ മകനാണ് മരണപ്പെട്ട എൽദോസ്. ന്യൂസ് ഡെസ്ക് മെട്രോ 7. എന്താ ഒരു ആലോചന? നല്ലൊരു ആലോചനയാണ്. അതെന്താ ആലോചന? ഒരു കല്യാണാലോചന. എവിടുന്ന? ചാവറ മാട്രിമോണിയിൽ നിന്ന്. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ല ആലോചനകൾക്ക് ചാവറ മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യൂ.